ചലൽ ചഞ്ചല ചിലമ്പൊലിയോ എൻ തോഴി നിൻ കടമിഴിയിൽ ആരെ നീ തേടുവതാരോ നിറമാറു കവർന്നവനാരോ കിന്നാരം ചൊന്നവനോ നിന്നധരം നുകർന്നവനോ കാമാസ്ത്രം തൊടുത്തവൻ നിന്നെ മാറോടു ചേർത്തു തോഴി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും NSK രാഗപരിചയത്തിലേക്ക് സുസ്വാഗതം. ഞാൻ നിലമ്പൂർ സുനിൽ. ഇന്ന് NSK രാഗപരിചയത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന രാഗം പാവനി. 41ാമത് അമ്മ രാഗമാണ് പാവനി. പാവനി എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം എന്നാണ് അർത്ഥം. ദീക്ഷിത സമ്പ്രദായത്തിൽ കുംഭിനി എന്ന പേരിലാണ് ഈ രാഗം അറിയപ്പെടുന്നത്. 7ാമത്തെ ചക്രമായ ഋഷിചക്രത്തിൽ 5ാമത്തെ രാഗമാണ് പാവനി. ഋഷിമ എന്നാണ് സ്മരണികാനാമം. ഷഡ്ജം, ശുദ്ധരിഷഭം, ശുദ്ധഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കാകളി വിഷാദം എന്നിവയാണ് സ്വരങ്ങൾ. 5ാമത് അമ്മ രാഗമായ മാനവതിയാണ് ഇതിൻ്റെ ശുദ്ധമധ്യമരാഗം. അമ്മ രാഗമാണെങ്കിലും വളരെ അപൂർവമായ രാഗമാണ് പാവനി. ഈ രാഗത്തിൽ കൃതികളോ ഗാനങ്ങളോ നമുക്ക് കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. ഈ രാഗത്തിൻ്റെ ഭാവം ഉൾക്കൊണ്ട് കൃതികൾ ചമയ്ക്കാനുള്ള പ്രയാസമാണോ വാഗ്യകാരന്മാരെ ഇതിൽ നിന്ന് അകറ്റിയത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ സംഗീത സംവിധായകരും ഈ രാഗത്തെ തീരെ പരിഗണിച്ച് കണ്ടില്ല. പാടി ഫലിപ്പിക്കാൻ വളരെ പ്രയാസമേറിയ രാഗമാണ് പാവനി. നമ്മൾ സ്ഥിരം പാടിക്കേൾക്കാറുള്ള രാഗങ്ങളുടെ ഒരു സഞ്ചാരപദമല്ല പാവനിക്ക്. എത്ര ആത്മാർത്ഥതയുടെ അങ്ങേ തലയ്ക്കിൽ നിന്ന് നമ്മൾ പാടിയാലും ഈ ആലാപനത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാഗഭാവത്തിൻ്റെ 100% ഒരു 50% നമുക്ക് പ്രേക്ഷകരിലേക്ക് സംവേദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത്രയും പ്രയാസമേറിയ രാഗമാണ് പാവനി. വല്ലാത്ത ഒരു ഭാവമാണ് ഈ രാഗത്തിന്. ഈ രാഗാലാപനം കേട്ടാൽ ദൈവിക പരിവേഷം നമ്മൾ തൊട്ടറിയുന്ന ഒരു പ്രതീതി ജനിക്കുന്നു. പൂർവാംഗത്തിൽ നിന്നും ഉത്തരാംഗത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ ആലാപനത്തിൽ അതുവരെ വന്ന ഒരു ഭാവം മാറി മറ്റൊരു തലത്തിലേക്ക് ഈ രാഗം നമ്മളെ കൊണ്ടുപോകുന്നു. പ്രത്യേകിച്ചും അവരോഹണ ക്രമത്തിൽ അത് കൂടുതൽ നിഴലിച്ചു കാണുന്നു. ഭക്തിയും പ്രശാന്തതയും നിറയുന്ന ഈ രാഗം നമ്മൾ ഈശ്വര സന്നിധിയിൽ കേണപേക്ഷിക്കുന്നതിനപ്പുറം ഭഗവാനോട് നമ്മളുടെ കാര്യം ശാന്തമായി പ്രതിപാദിക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. ത്രിമൂർത്തികളിൽ ദീക്ഷിതരല്ലാതെ ആരും ഈ രാഗത്തിൽ കൃതികൾ ചെയ്തതായി കാണുന്നില്ല. ഭക്തിയും പ്രസന്നഭാവവും ഉണ്ടെന്ന് പറയുന്നതിനൊപ്പം പ്രണയത്തിൻ്റെ തീക്ഷ്ണമായ ഭാവവും കൂടി ഈ രാഗത്തിൽ ജനിപ്പിക്കാൻ കഴിയുമെന്ന് മഹാസംഗീതജ്ഞർ തെളിയിച്ചിട്ടുണ്ട്. ചന്ദ്രജ്യോതി, പ്രഭാവതി, പൂർണ്ണലളിത തുടങ്ങിയവയാണ് പാവനി എന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ രാഗത്തിൻ്റെ ജന്യരാഗങ്ങൾ. സാരംഗതരംഗിണി എന്ന അതിസുന്ദരമായ രാഗത്തിൽ ചെറിയ ഋഷഭം വന്നാൽ അത് പാവനിയായി മാറുന്നു. സാരംഗതരംഗിണിയിൽ നിന്നും ആ ഒരൊറ്റ നോട്ട് മാറുമ്പോൾ അത് വല്ലാത്തൊരു ഭാവപ്പകർച്ച സൃഷ്ടിക്കപ്പെടുന്നു. ഇത്രയും പ്രയാസമേറിയ വാഗ്യകാരന്മാർ പോലും മാറ്റിവെച്ച പാവനി എന്ന ശുദ്ധീകരണത്തിൻ്റെ ദൈവിക ശബ്ദത്തിൻ്റെ രാഗം നമുക്കൊന്ന് പാടാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞു, വളരെ കുറവാണ് ഈ രാഗത്തിൽ കൃതികൾ. ത്രിമൂർത്തികളിലെ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച സച്ചിദാനന്ദമയ എന്ന കൃതി, കോടീശ്വരയ്യരുടെ അഞ്ചാതെ തഞ്ചമേ എന്ന മുരുകൻ്റെ കൃതി, ബാലമുരളീകൃഷ്ണ സാറിൻ്റെ ജയധനദാ സഖ എന്ന ദേവീ കൃതി, ശ്രീനിവാസ ശർമ്മയുടെ സദാഗതിസുതം എന്ന ഹനുമത് കൃതി, ജാനകിമൂർത്തിയുടെ ശ്രീ പ്ലവനാമ എന്ന തെലുങ്ക് കൃതി, ഇതൊക്കെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കൃതികൾ. സരേ ഗ മ പ ധ നീ സ സാ നീ ധ പ മ ഗ രേ സ ധ തദരാ
സദാ ഗതിസുതം സദാശിവസമം സദാശ്രയവരം സദാ ഭജേഹം സദാ ഗതിസുതം സദാശിവസമം സദാശ്രയവരം സദാ ഭജേഹം സദാ ഗതിസുതം മുദാകരമിനാന്വയഭൂഷിതേസ്യ ആ മുദാകരമിനാന്വയഭൂഷിതേസ്യ മുദാകരമിനാന്വയഭൂഷിതേസ്യ രാമസ്യ സുഗ്രീവാദിഭയേസ്യം അഞ്ജനാ സുഭവമാനനന്ദനം അഞ്ജനാ സുഭവമാനനന്ദനം അഞ്ജിതാരികുലമൂലബന്ധനം സന്തതം വിഹിതരാമബന്ധനം ശാന്തരാമ മനുഭക്തകന്ദരം അഞ്ജനാ സുഭവമാനനന്ദനം അഞ്ജനാ സുഭവമാനനന്ദനം അഞ്ജിതാരികുലമൂലബന്ധനം സന്തതം വിഹിതരാമബന്ധനം ശാന്തരാമമനുഭക്തകന്ദരം സദാ ഗതിസുതം സദാ ശിവസമം സദാശ്രയകരം സദാ ഭജേഹം സദാ ഗതിസുതം അഞ്ചാതെ നെഞ്ചമേ അഞ്ചാതെ നെഞ്ചമേ നീ അഞ്ചാതെ നെഞ്ചമേ നീ അഞ്ചാതെ നെഞ്ചമേ കുമരയൻ പദം തഞ്ചമേ എന്നാളും என்றீரு நீ அஞ்சாதே நெஞ்சமே കുമരയൻ പദം തഞ്ചമേ എന്നാളും என்றீரு നീ അഞ്ചാതേ നെഞ്ചമേ മഹാവാഗ്യകാരൻ കോടീശ്വരയ്യരുടെ അതിപ്രശസ്തമായ കൃതി പാവനി രാഗത്തിലെ ഏറ്റവും സുപ്രശസ്തമായ കൃതിയാണ് ഭഗവാൻ മുരുകനെക്കുറിച്ചുള്ള കൃതിയാണിത്. ബാലമുരളീകൃഷ്ണ സാറിൻ്റെ അതിമനോഹരമായ ഒരു കൃതി ദേവിയെക്കുറിച്ച് ഈ രാഗത്തിലുണ്ട്. എല്ലാ വാഗ്യകാരന്മാരുടെയും ഒപ്പത്തിൽ നിൽക്കുന്ന മഹാസംഗീതജ്ഞനാണ് നമ്മുടെ ബാലമുരളീകൃഷ്ണ സാർ. 72 മേളകർത്ത രാഗങ്ങളും കൃതികൾ ചെയ്തിട്ടുള്ള ധാരാളം അപൂർവ രാഗങ്ങൾ കണ്ടെത്തിയ മഹാപ്രഭാവനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ ദേവീ കൃതി. ജയധനദാ സഖ ധനികേ ധ്യായേ ജയധനദാ സഖ ധനികേ ധ്യായേ വിജയചന്ദ്ര ധാരേ ധ്യേയേ ജയധനദാ സഖ ധനികേ ധ്യായേ വിജയചന്ദ്ര ധാരേ ധ്യേയേ ജയധനദാ സഖ ധനികേ ധ്യായേ.
ജയമനോജ്ഞമുഖേ മധുരാനിലയേ ജയമനോജ്ഞമുഖേ മധുരാനിലയേ ജയ കരി മധുസൂദന സോദരി ജയധനദ സഖ ധനികെ ധ്യായേ ആ ജാനകി രാമമൂർത്തി രചിച്ച അതിസുന്ദരമായ ഒരു കീർത്തനം ഈ പാവനി രാഗത്തിലുണ്ട്. ഇതിൻ്റെ പിന്നിലേക്ക് പോയാൽ വളരെ രസകരമാണ്. 2 വർഷത്തിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ ഈ കീർത്തനം ഇറങ്ങിയിട്ട്. ലോകം മുഴുവൻ നടുങ്ങിയ കൊറോണ എന്ന മഹാവിപത്തിനെ എതിരെ ഈ നവയുഗം ആരംഭിക്കുമ്പോൾ കൊറോണ മാറി വളരെ സുന്ദരമായൊരവസ്ഥ ലോകത്തിന് സംഭവിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയോട് കൂടിയ ഒരു കീർത്തനമാണിത്. ഈ കീർത്തനത്തിൽ കൊറോണ എന്ന പദം കണ്ടപ്പോൾ ഇതറിയാൻ വേണ്ടി ഞാൻ വളരെ ആകാംക്ഷഭരിതനായി. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠതുല്യനായ ബാംഗ്ലൂരുള്ള ബാലകൃഷ്ണേട്ടന് മെസ്സേജ് അയക്കുകയും തെലുങ്കിലുള്ള ഈ കൃതിയുടെ അർത്ഥം അദ്ദേഹമാണ് എനിക്ക് പകർന്നു തന്നത്. ഈ കൃതി പാടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ബാലേട്ടനെ കൂടി ഞാൻ ഓർക്കുകയാണ്. സുന്ദരമായ കൊറോണയ്ക്കെതിരെയുള്ള അതിശക്തമായ ഈ കൃതി നിങ്ങൾക്ക് വേണ്ടി. ശ്രീ ശ്രീ പ്ലവനാമയുഗാദിക്ക് ഈ പാവനി പലിക സ്വാഗതം ശ്രീ പ്ലവനാമയുഗാദിക്ക് ഈ പാവനി പലിക സ്വാഗതം ശ്രീ പ്ലവനാമയുഗാദിക്ക് നീ పాదమహిమేమో నీ పొందిది తీ కొరోణ ఆపది నుండి ముక్తి నీ పదములకే బ్రోగద శ్రీ ప్లవనామయుగాదికి ఈ పావని పలిక స్వాగతం శ్రీ പ്ലവനാമയുഗാദിക്ക് ആ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു പാവനി എന്ന രാഗത്തിൻ്റെ അർത്ഥം ശുദ്ധീകരണം എന്നാണ്. കൊറോണ എന്ന മഹാവിപത്തിനെ എതിരെ ശുദ്ധീകരണം നടത്തി ലോകത്തെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി രചിക്കപ്പെട്ട ജാനകമൂർത്തി രചിക്കപ്പെട്ട അതിസുന്ദരമായ കൃതി നിങ്ങളെല്ലാവരും കേൾക്കാൻ ശ്രമിക്കണം. ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട ബാലേട്ടന് ഒരു കൂപ്പുകൈ നൽകിക്കൊണ്ട്, ഈ രാഗത്തിൽ പാട്ടുകൾ വളരെ കുറവാണ്. കീർത്തനങ്ങൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ള വാഗ്യകാരന്മാരൊന്നും കൃതികൾ ചെയ്തതായി കാണുന്നില്ല. അത്രയും പ്രയാസമാണ് ഈ രാഗം. എങ്കിലും ഉള്ള ഗാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. മലയാള സിനിമാ ഗാന ശാഖയിൽ പാവനി എന്ന രാഗത്തിൽ ഗാനങ്ങൾ കണ്ടെത്താൻ സാധിച്ചതേയില്ല. എങ്കിലും ഒരേ ഒരു ഗാനം മാത്രമാണ് ഇത്രയും ദുഷ്കരമായ എങ്കിൽ കേൾക്കാൻ സുഖകരമായ ഈ രാഗത്തിൽ കണ്ടെത്താൻ സാധിച്ചത്. അത് മറ്റാരുമല്ല ചെയ്തത്, നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സംഗീത ശാസ്ത്രജ്ഞൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പ്രിയപ്പെട്ട ശരത് സാറാണ് ഈ ദുഷ്കരമായ രാഗത്തിൽ ഒരു ഗാനം ചെയ്തത്. ദേവദാസി എന്ന സിനിമയിലാണ് ഈ ഗാനം പിറന്നത്. രമേശൻ നായരുടെ വരികളിലാണ് നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ ദാസേട്ടനാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. ആ ഗാനത്തിൻ്റെ ഒരു പല്ലവി നിങ്ങൾക്ക് വേണ്ടി. ചലൽ ചഞ്ചല ചിലമ്പൊലിയോ എൻ തോഴി നിൻ കടമിഴിയിൽ ആരെ നീ തേടുവതാരോ നിറമാറു കവർന്നവനാരോ കിന്നാരം ചൊന്നവനോ നിന്നധരം നുകർന്നവനോ കാമാസ്ത്രം തൊടുത്തവൻ നിന്നെ മാറോടു ചേർത്തു തോഴി. സംഗീത മാന്ത്രികനായ നമ്മുടെ ഇളയരാജ സാർ പാവനി എന്ന ഈ അത്യപൂർവ രാഗത്തിൽ ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗുഡ എന്ന സിനിമയിൽ നമ്മുടെ പ്രിയപ്പെട്ട കമൽഹാസൻ സാറൊക്കെ അഭിനയിച്ച സിനിമയാണ്. വളരെ രസകരമായ ഒരു സിനിമയാണത്. വാലി സാറിൻ്റെ വരികളാണ്. എങ്ങനെയാണ് പാവനി രാഗത്തെ സമീപിക്കേണ്ടതെന്ന് അദ്ദേഹം വളരെ മനോഹരമായിട്ട് നമുക്ക് കാണിച്ചു തരും. ആ രംഗവും അത്രയും മനോഹരമാണ്. ആ ഗാനത്തിൻ്റെ പല്ലവി നിങ്ങൾക്ക് വേണ്ടി. പാത്ത വിഴി പാത്ത പടി പൂത്ത് ഇருக்கு
காத்திருந்து காட்ச இங்கு காண கிடைக்கு ஊனுருக உயிருருக தேன் தரும் தடாகமே வழி வருக வழி நெடுக ஒளி நிறைக வாழ்விலே பார்த்த விழி பார்த்தபடி பூத்து இருக்கு பார்த்த விழி பார்த்தபடி பூத்து இருக்கு കാത്തിരുന്ന് കാഴ്ച ഇങ്ങ് കാണ കിടക്ക്. അന്താതി എന്ന അമ്മയുടെ 100 ഗാനങ്ങളിൽ 42ാമത് ഉള്ള ഗാനമാണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡായ ഈ രാഗത്തിൽ നമ്മളുടെ പ്രിയപ്പെട്ട രാജാ സാർ എത്ര മനോഹരമായിട്ടാണ് ഈ ഗാനം ചെയ്തത്. പാവനി എന്ന ഈ സുന്ദരമായ രാഗത്തിൻ്റെ ഭാവപൂർണിമ ഉൾക്കൊള്ളാൻ ഈ ഒരു ഗാനം മാത്രം കേട്ടാൽ മതിയാവും. ഇളയരാജ സാറിൻ്റെ തന്നെ മറ്റൊരു ഗാനം കൂടി പാവനി രാഗത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതൊരു തമിഴ് ഭക്തിഗാനമാണ്. നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട SPB സാറാണ് അത് പാടിയിരിക്കുന്നത്. ആ ഗാനത്തിൻ്റെ ഒരു പല്ലവി നിങ്ങൾക്ക് വേണ്ടി. നന്മ നൽകും ഏഴുമലൈ തന്നിൽ ഭക്തി വന്നതിൻ ബാക്കിയം ഉന്നെ നിனைத்தവൻ സൗഖ്യം ഉറുതി അൻപതും വാക്കിയം கர்மதேவனினாடை பணிந்திடு வேளை வந்தது ஸ்லாக்கியம் வளம் பெறும் என் வாழ்க்கையும் உனதேனை ஐக்கியம் நன்மை நல்கும் ஏழுமலை தன்னில் பக்தி வந்ததின் பாக்கியம் പ്രിയപ്പെട്ടവരെ, പാവനി എന്ന ശുദ്ധീകരണത്തിൻ്റെ ഈ രാഗത്തിൽ വേറെ ഗാനങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ കണ്ടെത്താൻ കഴിയുമെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. ഇനി ഭക്തിഗാന ശാഖയിലേക്ക് പോയാലും നമുക്ക് ഗാനങ്ങളെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ഏതൊരു അപൂർവ രാഗത്തിലും ഞാൻ എപ്പോഴും എടുത്തു പറയാറുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് മാത്രമാണ്. എത്ര കഠിനമായ രാഗത്തിലും അദ്ദേഹം ഒരു ഗാനമെങ്കിലും ചെയ്തിട്ടുണ്ടാവും. മറ്റാരെക്കുറിച്ചുമല്ല ഞാൻ പറയുന്നത്, മഹാസംഗീതജ്ഞൻ ഭക്തിഗാനോപാസകനായ നമ്മുടെ TS രാധാകൃഷ്ണൻ സാറിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ അതിസുന്ദരമായ ഒരു ഗാനം ഈ രാഗത്തിലുണ്ട്. അയ്യപ്പ ഗാനങ്ങൾ വോൾ 32ലാണ് ഈ ഗാനമുള്ളത്. TSCയുടെ സുന്ദരമായ സംഗീതം, ദാസേട്ടൻ്റെ തേനോലുന്ന ആലാപനം, PK പ്രമോദിൻ്റെ വരികൾ, ഹരിഹരാത്മജം ദേവമാശ്രയ എന്നാണ് ആ ആൽബത്തിൻ്റെ പേര്. ഈ ഗാനത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അത്യപൂർവ രാഗമായ ഗിരിശപ്രിയയും അപൂർവ അമ്മ രാഗമായ പാവനിയും കൂടെ ഇടചേർന്ന് വരുന്ന ഗാനമാണിത്. സുന്ദരമായ ഈ ഗാനത്തിന്റെ പല്ലവി നിങ്ങൾക്ക് വേണ്ടി. പമ്പാതീരത്ത് അമരും ഗണനാഥ തുമ്പങ്ങൾ തീർത്തിടും ഗുണനായക പൊൻപടി കേറാനണഞ്ഞിടും അടിയനെ അൻപോട് കാക്കണേ തമ്പുരാനെ അൻപോട് കാക്കണേ തമ്പുരാനെ പമ്പാതീരത്ത് അമരും ഗണനാഥ തുമ്പങ്ങൾ തീർത്തിടും ഗുണനായക പൊൻപടി കേറാനണഞ്ഞിടും അടിയനിൻ അൻപോട് കാക്കണേ തമ്പുരാനെ അൻപോട് കാക്കണേ തമ്പുരാനെ ഗം ഗണപതയേ ശരണം ഗജമുഖനേ തവ ചരണം നിൻ തിരുവടി തവ ചരണം പമ്പാ ഗണപതി ശരണം ഗം ഗണപതയേ ശരണം ഗജമുഖനേ തവ ശരണം നിൻ തിരുവടി തവ ചരണം പമ്പാ ഗണപതി ശരണം പമ്പാ തീരത്ത് അമരും ഗണനാഥ തുമ്പങ്ങൾ തീർത്തിടും ഗുണനായക. പാവനി എന്ന അതിസുന്ദരമായ ക്ലേശകരമേറിയ ഈ രാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് വിശാലമായിട്ട് ഈ രാഗം പറയാൻ കഴിഞ്ഞില്ല. കാരണം അത്രമാത്രം അറിവുകളെ ഈ രാഗത്തിൽ കണ്ടെത്താൻ സാധിച്ചുള്ളൂ. എത്ര ശ്രമിച്ചിട്ടും ഇതിൻ്റെ ഹിന്ദുസ്ഥാനി വേർഷനോ അല്ലെങ്കിൽ അന്യഭാഷാ ഗാനങ്ങളോ ഒന്നും മലയാളത്തിൽ പോലും ഗാനങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ രാഗത്തിൽ പാട്ടുകൾ ചെയ്യാനും കൃതികൾ ചെയ്യാനും അത് പാടി ഫലിപ്പിക്കാനും ഏറെ പ്രയാസമുള്ളത് കൊണ്ട് തന്നെയാണ്. പാവനി എന്ന അതിസുന്ദരമായ ഈ രാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. ഈ രാഗത്തിലെ കൂടുതൽ കൃതികൾ പാട്ടുകളുണ്ടെങ്കിൽ കണ്ടെത്തി കമന്റിലൂടെ അറിയിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി NSK രാഗപരിചയത്തിൽ സംഗീതത്തിൻ്റെ പുത്തൻ വിസ്മയങ്ങളുമായി വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്